ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാതിരിക്കുന്നൊരു ഭാഗത്തിൻ്റെ വീഡിയോ ആട്ടോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചി രേവതിയും ശരത്തും മൂലം ചെറിയൊരു പിണക്കത്തിലേക്ക് പോവാണല്ലേ. അതിന് കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരത്ത് ആന്റണിയുടെ കൂടെ മഹേഷിനെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് ആന്റണി വളരെ മോശമായ രീതിയിൽ, അതായത് മഹേഷിന്റെ ഭാര്യയെപ്പറ്റി ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഇത് കേട്ട് സഹിക്കാനാവാതെ തന്നെ ആന്റണിയെ മഹേഷ് തല്ലാൻ ഒരുങ്ങുന്നുണ്ട്. ഈ കാഴ്ച കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ശരത്ത് ഓടി വന്ന് ആന്റണിയെ തള്ളി മാറ്റിയതിനു ശേഷം മഹേഷിനെക്കിട്ട് ഒരുപാട് തല്ലുകയാണല്ലേ. അന്നേരമാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ രേവതിയുടെ അമ്മയുടെ ഒക്കെ പ്രതീക്ഷകൾ നശിപ്പിക്കുന്ന രീതിക്കാണല്ലോ ശരത്ത് പെരുമാറുന്നത് എന്നൊക്കെയുള്ള ആകെ സങ്കടത്തിലാണ് കാർ സ്റ്റാൻഡിലേക്ക് വരുന്നത്. പലയിടങ്ങളിൽ ശരത്തിനെ അന്വേഷിച്ചിട്ടും കാണാത്തത് കൊണ്ട് ആ ഒരു നിരാശയും നമ്മുടെ സച്ചിക്ക് ഉണ്ടായിരുന്ന ആ ഒരു സമയത്താണ് ആന്റണിയുടെ കൂടെ ശരത്ത് നിൽക്കുന്നത് കാണുന്നത്. മാത്രമല്ല തന്റെ സുഹൃത്തായ മഹേഷിനെ തല്ലുന്ന ഒരു കാഴ്ചയും കൂടിയിട്ടാണ് സച്ചി കാണുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി ശരത്തിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരത്തായിട്ട് തന്നെ സച്ചിയുടെ അടുത്ത് വന്നിട്ട് ഷോൾഡറിന് കുത്തിപ്പിടിക്കുകയും നിങ്ങൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറ്റി ഞാൻ നോക്കിയില്ല, മര്യാദയ്ക്ക് നല്ല സ്വഭാവത്തോട് തന്നെ ആന്റണി ചേട്ടനോട് പെരുമാറിക്കൊള്ളണം, ആന്റണി ചേട്ടൻ ഒരു ജീവനാണ് എന്നൊക്കെ രീതിക്കൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ദേഷ്യത്തോടെയാണ് സച്ചി ശരത്തിന്റെ കയ്യിൽ പിടിച്ച് ബാക്കിലേക്ക് തിരിക്കുന്നത്. എന്നാൽ ഇത്ര വലിയ അപകടം ഉണ്ടാവുന്ന സച്ചിയായിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുമില്ല. എന്നാൽ അതിനുശേഷം ശരത്തിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് രേണുവും അമ്മയും കൂടിയിട്ടാണല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് രേവതിയുടെ സത്യങ്ങൾ സച്ചിക്ക് തുറന്ന് പറയാറുന്നല്ലേ. കാരണം ശരത്ത് ഇതേ രീതിയിൽ ഒരു ചീത്ത കൂട്ടുകെട്ടിലാണ് പോകുന്നത്. അതുകൊണ്ട് അപ്പൊ ആ ഒരു സങ്കടവും ദേഷ്യക്കാരനാണ് ഞാൻ അവനോട് അങ്ങനെ പെരുമാറിയത് എന്നൊക്കെയുള്ള സത്യങ്ങൾ രേവതിയോട് പറയുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സച്ചി ഒന്നും തന്നെ രേവതിയോട് പറഞ്ഞിട്ടില്ല. ഇരുവരും തമ്മിൽ പിണക്കത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പ്രൊമോയുടെ ഒരു കണ്ടിന്യൂസ് വരുന്ന ഭാഗമായിട്ട് ഞാൻ പറയുന്നത്. ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ് ആന്റണിയും മഹേഷിനെ കാണാൻ ചെല്ലുന്നത്. മഹേഷിനെ കാണുന്ന നേരത്തെ ആന്റണി പറയുന്നുണ്ട്, നാളെ തന്നെ പലിശയും മുതലടക്കം നിങ്ങളും എല്ലാവരും പണം തിരികെ തന്നോളണം, ഇല്ലെന്നാണെങ്കിൽ എല്ലാവരും കാറുമായിട്ട് ഞാൻ പോകും, അതല്ല എന്നാണ് സച്ചിയോട് എന്നെ നേരിട്ട് കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആന്റണി അവിടെ നിന്ന് പോകുന്നത്. സച്ചി വരുന്ന സമയത്ത് ഈ ഒരു കാര്യം മഹേഷ് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള സുഹൃത്തുക്കൾ, അതായത് മഹേഷ് ഒഴികെ ബാക്കി എല്ലാവരും തന്നെ സച്ചിയെ കുറ്റപ്പെടുത്തുന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അതായത് സച്ചിയുടെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം, ഇപ്പൊ സച്ചി കാരണം ഞങ്ങളെ വണ്ടി നഷ്ടപ്പെടും, ഞങ്ങളുടെ അന്നമായിരുന്നു ഇത് പറഞ്ഞുകൊണ്ട് വളരെ സങ്കടപ്പെടുത്തുന്ന രീതിക്ക് സച്ചിയോട് പെരുമാറുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സച്ചി ഒരു അക്ഷരം മിണ്ടാതെയാണ് അവിടെ നിന്ന് പോകുന്നത്. അവിടെ നേരെ ചെല്ലുന്നത് ആന്റണിയുടെ ഓഫീസിലേക്കാണ്. അവിടെ ചെന്നിട്ട് ആന്റണിയോട് സംസാരിക്കുന്ന നേരത്തെ ആന്റണി പറയുകയാണ്, ശരി നാളെ ഞാൻ കാർ സ്റ്റാൻഡിൽ വരും, പക്ഷെ ആരുടെ കയ്യിൽ ഞാൻ പണം മേടിക്കില്ല, അതിന് പകരമായിട്ട് നീ എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരുന്നു സച്ചി ചോദിക്കാൻ കേട്ടോ, വേറൊന്നും ചെയ്യണ്ട, നീ എല്ലാവർക്കും മുന്നിൽ വെച്ച് എൻ്റെ കാല് പിടിച്ചൊന്ന് ക്ഷമ ചോദിക്കണം, എന്നെയും ശരത്തിനെയും തല്ലിയതിന് പകരമായിട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി ഒരു അക്ഷരം പോലും മിണ്ടാതെ തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ആന്റണി തൻ്റെ സുഹൃത്തുക്കളോടായിട്ട് പറയുന്നുണ്ട്, നാളെ അവൻ കാല് പിടിക്കുന്ന സമയത്ത് എല്ലാവരും നോക്കി നിന്നോളണം, വീഡിയോ ഒക്കെ പിടിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് ആന്റണി ഫുള്ള് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പിറ്റേ ദിവസം കാർ സ്റ്റാൻഡിലേക്ക് ചെല്ലുന്നത്. എന്നാൽ അവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നമ്മുടെ സച്ചി എല്ലാവരുടെയും പണവും പലിശയും മുതലും അടക്കം തന്നെ കാർ സ്റ്റാൻഡിൽ വെച്ച് തന്നെ അവരെ കൊണ്ട് തന്നെ കൊടുപ്പിച്ച് തീർക്കുകയാണ് കേട്ടോ. നാണം കെട്ട് തന്നെയാണ് ആന്റണി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നത്. അപ്പൊ ആന്റണി പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മഹേഷ് സച്ചിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്രയധികം പണം നീ എവിടെ നിന്ന് ഒപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കാറ് വിറ്റു എന്നൊക്കെ സച്ചി സങ്കടത്തോട് പറയാണ്. അപ്പൊ തന്നെ മഹേഷ് ചോദിക്കുന്നില്ല, സച്ചി നീ എൻ്റെ ഈ പറയുന്നത് കാറ് വിറ്റു എന്നോ, നിന്റെ അന്ന അല്ലേടാ അതെന്നൊക്കെ മഹേഷ് ചോദിക്കുന്ന സമയത്ത് അത് അവിടെ നിൽക്കട്ടെ, ഈ കാറല്ലെങ്കിൽ വേറെ വാഹനം എനിക്ക് ഓടിക്കാൻ പറ്റും, പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ അവർക്ക് ദോഷം ഉണ്ടാകുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം സച്ചി ഇങ്ങനെ പണിയില്ല നടക്കൊന്നുമല്ല, മറ്റൊരാളുടെ കീഴിൽ ഓട്ടോ ഓടിക്കാൻ കേട്ടോ. അപ്പൊ ഈ ഒരു കാഴ്ച, അതായത് സച്ചി ഓട്ടോ ഓടിക്കുന്ന ഒരു കാഴ്ച ശ്രുതിയും അതുപോലെ രേവതിയെ കാണാൻ ഇടയാവുന്നുണ്ട്. രേവതി വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷെ നമ്മുടെ ശ്രുതിയുടെ കാര്യം അറിയാലോ, സച്ചിക്കെതിരെ എന്ത് പറയാനും കിട്ടുന്ന അവസരവും ശ്രുതി പാഴാക്കിയില്ല. വീട്ടിൽ വന്നിട്ട് ഇതൊരു വലിയ പ്രശ്നമാക്കേണ്ട ശ്രുതി. ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.